പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ പുതിയ ദിവസത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ പുതിയ ദിവസം ദൈവത്തോട് ചേർന്ന് നടപ്പാനും ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യതയുടെ പ്രകാശനത്തിൽ ജീവിപ്പാനും അതിലെല്ലാം ഉപരിയായി സ്വസ്ഥതയും സമാധാനവും സന്തോഷവും അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാനൊക്കെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ദൈവം തൻ്റെ സമാധാനം പകരുന്നു, സ്വസ്ഥത പകരുന്നു, ജീവൻ്റെ സമൃദ്ധിയിലേക്ക് ആ വ്യക്തിയെ നയിക്കുന്നു. ദൈവം വെളിച്ചമാകിയാൽ വെളിച്ചത്തിൽ തന്നെ നടക്കുവാനും ആ വ്യക്തി വെളിച്ചമായി തീരുവാനും ദൈവം സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നടപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ സകല ചിന്താകുലങ്ങളും നമുക്ക് ദൈവകരങ്ങളിൽ കൊടുക്കാം. നമുക്ക് വേണ്ടി കരുതുന്ന, നമ്മളെ പരിപാലിക്കുന്ന, നമുക്കായി ഒരു നിത്യഭവനം ഒരുക്കി നമ്മെ ചേർപ്പാൻ വരുന്ന ആ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ ബലമുള്ള കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. വീണു പോകാതെ നമ്മളെ സൂക്ഷിക്കുവാൻ കഴിയുന്ന കർത്താവിൻ്റെ കരങ്ങളിലാണ് നാം ആയിരിക്കുന്നത് എന്നുള്ളൊരു ഉത്തമ ബോധ്യത്തിൽ ഓരോ ദിവസവും മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 33-ാം വാക്യവും യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നത്, ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല, സമാധാനത്തിൻ്റെ ദൈവമത്രേ. ഇതൊരു തിരിച്ചറിവാണ്. ദൈവം ഒരിക്കലും നമ്മളെ കലക്കത്തിലേക്കോ തിന്മയിലേക്കോ നിരാശയിലേക്കോ ദുഃഖത്തിലേക്കോ ഭയത്തിലേക്കോ നയിക്കത്തില്ല. കാരണം ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്. ദൈവം തേജസ്സിൻ്റെ കർത്താവാണ്, വിശുദ്ധിയുടെ നാഥനാണ്, 10,000ങ്ങളിൽ സുന്ദരനാണ്. അപ്പോൾ ആ കർത്താവിൻ്റെ ഹിതത്തിലേക്കും പൂർണ്ണതയിലേക്കുമാണ് ദൈവം നമ്മെ നയിക്കുന്നതെങ്കിൽ നാം ഈ സത്യം തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ കലക്കമുണ്ടാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കലങ്ങി പോകുന്നുണ്ടെങ്കിൽ, ദൈവവചനം പറയുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് എന്ന് കർത്താവ് നമ്മളോട് പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇത് തന്നെ പറയുന്നത്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്ന പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. അപ്പോൾ നമ്മളുടെ മനസ്സിൽ കലക്കമുണ്ടാക്കുകയല്ല, അല്ലെങ്കിൽ ആകുലങ്ങളും ഉത്കണ്ഠകളും നിരാശയും ഭയമൊക്കെ കൊണ്ടിട്ട് മനസ്സ് കലങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത് ദൈവമല്ല. ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല. ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ സമാധാനമാണ് പകരുന്നത്, സന്തോഷവും സ്വസ്ഥതയുമാണ് ദൈവം നമ്മിലേക്ക് പകരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് കലങ്ങിപ്പോകുന്നത്? നമ്മുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന പലവിധമായിട്ടുള്ള പാപപ്രമാണങ്ങൾ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ്. കാരണം ആദാമ്യ പാപപ്രകൃതത്താൽ മലിനമാക്കപ്പെട്ടൊരു മനസ്സാണ് എല്ലാവർക്കും ഉള്ളത്. അതിലെ പല മലിനതകളാണ് പലപ്പോഴും ഒരു സാഹചര്യത്തിന് നടുവിൽ ഒരു വ്യക്തിയെ അസ്വസ്ഥമാക്കുന്നത്, അല്ലെങ്കിൽ കലക്കമുണ്ടാക്കുന്നത്. കയ്പിലേക്കും നീരസത്തിലേക്കും പിണക്കത്തിലേക്കും പകയിലേക്കും ഈഗോയിലേക്കും ഹൃദയ കാഠിന്യത്തിലേക്കൊക്കെ നയിക്കുന്നത് ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന, അഥവാ ദേഹിയിൽ മറഞ്ഞു കിടക്കുന്ന പാപത്തിൻ്റെ പ്രമാണങ്ങളാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുമ്പോൾ നമ്മൾ ഈ മറഞ്ഞു കിടക്കുന്ന കുറവുകൾ എന്താണെന്ന് ഒരു സാഹചര്യത്തിന് നടുവിൽ ദൈവം വെളിപ്പെടുത്തി തരുമ്പോൾ അതിനെ നീക്കിക്കളയുവാനായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയാണ്, ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല, സമാധാനത്തിൻ്റെ ദൈവമത്രേ. തുടർന്ന് യോഹന്നാന്റെ സുവിശേഷം 14:27 പറഞ്ഞ, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു. അപ്പോൾ ഈ സമാധാനത്തിൻ്റെ കർത്താവായവൻ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നമ്മളിലേക്ക് പകരുന്നുണ്ട്. അതിലെല്ലാം ഉപരിയായി യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവമായിട്ട് നമ്മളെ നിരപ്പിച്ചു, പിതാവുമായിട്ട് നമ്മളെ സമാധാനത്തിലാക്കി. ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. ആ ഒരു ബോധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഓരോ ദിവസവും. കുറ്റബോധത്തിലോ നിരാശയിലോ ഭയത്തിലോ ഭീതിയിലോ മരണഭീതിയിലോ ഒന്നുമല്ല ഒരു വ്യക്തി ജീവിക്കേണ്ടത്. മറിച്ച് ഈ ദൈവമായിട്ട് എന്നെ നിരപ്പിച്ചു, എന്നെ സമാധാനത്തിലാക്കി, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ദൈവം എന്നിലേക്ക് പകർന്നു. ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. അങ്ങനെയെങ്കിൽ ഈ ദൈവഹിതത്തിനൊത്തവണ്ണം വളരുവാൻ തടസ്സം നിൽക്കുന്ന എന്നിലെ കുറവുകളെ ഞാൻ നീക്കിക്കളയുകയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഉത്തമ ബോധ്യത്തിലേക്ക്, തിരിച്ചറിവിലേക്ക് വളരുകയാണ് ചെയ്യുന്നത്. കൂടെ പറയുക, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. കർത്താവിൻ്റെ സമാധാനം എന്ന് പറയുന്നത് ധാന്യം വീഞ്ഞും വർദ്ധിക്കുമ്പോഴുള്ള സന്തോഷമോ സമാധാനമോ അല്ല. ഈ ലോകത്ത് സമാധാനം എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും, എല്ലാവർക്കും സമാധാനവും സന്തോഷമാണ്. എന്നാൽ സാഹചര്യങ്ങളൊക്കെ ഏതവസ്ഥയിലായിരുന്നാലും ഇവിടെ പറയാണ്, കർത്താവിൻ്റെ സമാധാനം
ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ആത്മാവിലാണ് നാം അനുഭവിക്കുന്നത്. സാഹചര്യങ്ങൾക്കൊന്നും അതിനെ തൊടാനായിട്ട് സാധിക്കത്തില്ല. മറിച്ച് ഏത് സാഹചര്യത്തെയും ജയിക്കുന്ന ആ ദൈവിക സമാധാനം ആ വ്യക്തിയെ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ, കർത്താവിനെ പിൻപറ്റുന്ന ഒരു വ്യക്തിയെ സമാധാനത്തിൻ്റെ നിറവിൽ നയിക്കപ്പെടുവാനായിട്ട് സഹായിക്കുകയാണ് ചെയ്യുന്നത്. തുറന്നു പറയുക, അത് ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. കണ്ടോ, ലോകം തരുന്നത് പോലുള്ളൊരു സമാധാനമല്ല കർത്താവ് തന്നിരിക്കുന്നത്. അത് ദൈവവചനത്തിൽ കൂടിയാണ് എന്താണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമാധാനം എന്ന് മനസ്സിലാക്കുവാനും അത് അനുഭവിക്കുവാനും സാധിക്കുന്നത്. തുറന്നു പറയും, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും വരുത്. കാരണം നമ്മുടെ ഹൃദയത്തെ കലക്കാനും ഭ്രമിപ്പിക്കാനും ആവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ ലോകത്തുണ്ട്, നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിലുണ്ട്, ബന്ധങ്ങളിലൊക്കെ ഇതുണ്ട്. എന്നാൽ ഇതൊന്നും നമ്മളെ തൊടാൻ അനുവദിക്കാത്ത ഒരു ജീവിതം ജീവിക്കാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. യേശു കർത്താവ് അതാണ് നമുക്ക് മാതൃക കാണിച്ചെന്നത്. ഞാൻ ഉയരത്തിൽ നിന്നുള്ളവൻ, നിങ്ങൾ കീഴിൽ നിന്നുള്ളവൻ. ഞാൻ ഉയരത്തിലൂടെ ചിന്തിക്കുന്നു, ഉയരത്തിലുള്ളത് വാഞ്ചിക്കുന്നു. നമ്മളും ഈ ഒരു അനുഭവത്തിൽ ഉയരത്തിലൂടെ ചിന്തിക്കുവാനും അതിനൊത്തോണം നമ്മൾ നയിക്കപ്പെടുവാനും തുടങ്ങിയാൽ ഒരിക്കലും നമ്മുടെ ഹൃദയം കലങ്ങാനോ ഭ്രമിക്കാനൊന്നും ഇടവരത്തില്ല. സമാധാനത്തിൽ തന്നെ നയിക്കപ്പെടുവാനും നിത്യത്തിലാക്കാക്കി സ്ഥിരതയോടെ ഓട്ടം ഓടുവാനും ദൈവം നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കുക. പിതാവേ, അളവറ്റ കൃപയും കരുണയും സ്നേഹം ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവമേ, കലക്കത്തിന് കാരണമാകുന്ന ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന കുറവുകളെ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തരുമ്പോൾ അതിനെ ഏറ്റുപറയുവാനും ഉപേക്ഷിക്കുവാനും കർത്താവിൻ്റെ സമാധാനത്താൽ നിറയപ്പെട്ട് നയിക്കപ്പെടുവാനും ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ഭവനങ്ങളും സ്വർഗീയ ഭവനങ്ങളായി തീരാതെ കൊണ്ട് കർത്താവ് കൃപ പകരണം. ഐക്യതയും സ്നേഹവും സമാധാനവും നിലനിൽക്കുന്ന ആത്മഫലവും പുറപ്പെടുവിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. ദുഷ്ടന്റെ ഇരപ്പെടാതെ കാക്കണം. പരിശുദ്ധാത്മാവിനെ എല്ലാവരെയും അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. യേശുക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.